ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻവ എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഗൂഗിളിൽ പോയി ക്യാൻവ എന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ക്യാൻവ ഓപ്പൺ ആയി കിട്ടും. ആ ഒരു വെബ്സൈറ്റിലാകുമ്പോൾ നമുക്ക് ക്യാൻവ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഒരു റീയൂണിയൻ്റെ പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈഡിലുള്ള ടെംപ്ലേറ്റ്സ് എന്നൊരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം സെർച്ച് ബട്ടൺ നമുക്ക് കുറേ ടെംപ്ലേറ്റ്സ് കാണും. ഇപ്പം മേലെ ഒരു സെർച്ച് ബട്ടൺ ഉണ്ട്. സോ നമ്മൾ അവിടെ റീയൂണിയൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ റിലേറ്റഡ് ആയിട്ട് കുറേ പോസ്റ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. സോ അതിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന പോസ്റ്റർ എന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോസ്റ്റർ നമുക്ക് എടുക്കാം. അതിന് നമുക്ക് കസ്റ്റമൈസ് ദ ടെംപ്ലേറ്റ് എന്നൊരു ഓപ്ഷനിൽ പ്രസ് ചെയ്ത് അതിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ആണ് നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ, പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക. സോ ലെഫ്റ്റ് സൈഡിലുള്ള ഡിസൈൻ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ പോസ്റ്റേഴ്സിനെ ടെംപ്ലേറ്റ്സും സ്റ്റൈൽസും ആയിട്ട് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കിട്ടും. സ്റ്റൈൽസിൽ നമുക്ക് കളർ കോമ്പിനേഷൻസ് മാറ്റാൻ പറ്റും നമ്മുടെ പോസ്റ്ററിൻ്റെ. അപ്പോൾ ഓരോരോ നമുക്കിഷ്ടമുള്ള കളേഴ്സിൽ നമുക്ക് നമ്മുടെ പോസ്റ്ററിനെ ട്രാൻസ്ഫോം ചെയ്യാം. അതുപോലെ കളർ പാലറ്റ് എന്ന് പറയുമ്പോഴും നമുക്ക് കളേഴ്സിൽ നമ്മുടെ പോസ്റ്ററിനെ ട്രാൻസ്ഫോം ചെയ്യാം. അതുപോലെ ഇനി നമുക്ക് നമ്മുടെ പിക്ചേഴ്സ്, ഇവിടെ നമുക്ക് ഉള്ള പിക്ചേഴ്സ് നമുക്ക് റീപ്ലേസ് ചെയ്ത് നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അപ്ലോഡ്സ് ലെഫ്റ്റ് സൈഡിൽ അപ്ലോഡ്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ പോസ്റ്ററിലേക്ക് ആഡ് ആക്കാം. പിക്ചേഴ്സ്, അവിടെയുള്ള പിക്ചേഴ്സ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ പോസ്റ്ററിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ഒരു നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന പിക്ചേഴ്സ് നമ്മുടെ പോസ്റ്ററിൽ ആഡ് ആവും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് നമുക്ക് അങ്ങനെ ആഡ് ആക്കാം നമ്മുടെ പോസ്റ്ററിലേക്ക്. അത് നമുക്ക് നമ്മുടെ പോസ്റ്ററിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ പറ്റും ഈ ഒരു പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ നല്ലൊരു പിക്ചർ ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ പോസ്റ്ററിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാം. ഇനി നമുക്കിപ്പോൾ നമ്മുടെ പോസ്റ്ററുള്ള പിക്ചർ നമുക്കിപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത പിക്ചർ ആക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഡെസ്ക്ടോപ്പിലുള്ള പിക്ചർ ഈ ഒരു പോസ്റ്ററിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഗൂഗിളിൽ പോയിട്ട് നമുക്ക് ആവശ്യമില്ല. ഇപ്പം ഞാൻ ഒരു ഫ്ലവർ എന്ന് പറയുന്നൊരു പിക്ചറാണ് എനിക്ക് ആഡ് ചെയ്യുന്നത്. ഞങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഫ്ലവർന്ന് ഉള്ള പിക്ചർ ഞാൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു പിക്ചർ ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്ത ഡെസ്ക്ടോപ്പിൽ ഞാൻ അതിനെ സേവ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു ഫോൾഡർ നെയിം ഇട്ട്, ഫ്ലവർ എന്നുള്ളൊരു ഫോൾഡർ നെയിം ഇട്ട് ഞാൻ സേവ് ചെയ്തു ഡെസ്ക്ടോപ്പിൽ. നമ്മൾ നമ്മുടെ ക്യാൻവയിലേക്ക് തിരിച്ചു പോകുമ്പം ക്യാൻവയിൽ നമ്മൾ അപ്ലോഡ് ഫയൽസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ആക്കിയ നമ്മുടെ ഇമേജിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇമേജസ് എന്ന ഒരു ഫോൾഡറിൽ ആ ഒരു ഇമേജ് വരും. ആ ഒരു ഇമേജിന് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമ്മുടെ പോസ്റ്ററിലേക്ക് ആക്കാം. ഇപ്പോൾ ഒരു ഇമേജിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു ഇമേജിനെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് നമ്മുടെ ഫോണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കണ്ടൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഉള്ള കണ്ടൻറ്റിനെ റിമൂവ് ആയിട്ട് ഞാൻ ഫാമിലി ഓഫ് 96 എന്നുള്ളൊരു വേർഡ് ഞാൻ ഒരു കണ്ടൻറ്റ് നമ്മുടെ റിയൂണിയൻ്റെ കണ്ടൻറ്റ് ഇടാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒരു നമുക്ക് സ്റ്റൈൽ, നമ്മുടെ പോസ്റ്ററിൻ്റെ സ്റ്റൈലിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൈൽസിൽ പോയിട്ട് നമുക്ക് റീയൂണിയൻ എന്നുള്ള ഒരു വേർഡ് നമുക്ക് ഈ ഒരു സ്റ്റൈലിലേക്ക് ആക്കാം. സോ അതിന് വേണ്ടിയിട്ട് റീയൂണിയൻ ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാണ്. നമ്മുടെ പോസ്റ്ററിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ആ ഒരു വേർഡിനെ, റീയൂണിയൻ എന്ന വേർഡിനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ സൈസ് മിനിമൈസ് ചെയ്ത് കുറച്ചിട്ട് നമ്മൾ അതിന് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു നമ്മുടെ പോസ്റ്ററിൽ. ഇനി നമുക്ക് ഓരോന്നും എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഫോണ്ടിൻ്റെയും സൈസ് നമ്മൾ കൂട്ടിയും കുറച്ചും നമ്മുടെ പോസ്റ്ററിൽ അതിനെ കാണത്തക്ക വിധം ഞാൻ അതിനെ അറേഞ്ച് ചെയ്യുകയാണിപ്പം. അങ്ങനെ നമ്മൾ താഴെ കിടക്കുന്ന ആ ഒരു ഫോണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് നമ്മൾ ആ ഒരു പോസ്റ്ററിനെ കറക്റ്റായിട്ടുള്ള ഒരു അലൈൻമെൻറ്റിലാക്കാം. അലൈൻമെൻറ്റിലാക്കിയാലേ നമ്മുടെ പോസ്റ്റർ വായിക്കുമ്പോഴും
കാണുമ്പോഴും കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ എലമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ പോയിട്ട് ആ സെർച്ച് ബട്ടണിൽ നമുക്ക് ഫ്രണ്ട്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. സോ നമുക്ക് കുറേ ടെംപ്ലേറ്റ്സും ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടും. സോ അതിൽ നമ്മൾ ഗ്രാഫിക്സിൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നമ്മുടെ പോസ്റ്ററിലേക്ക് ഡ്രാഗ് ചെയ്ത് അതിന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഡ്രാഗ് ചെയ്ത് നമുക്കൊന്ന് കുറച്ച് ശരിയാക്കാം. സോ അതിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ സൈസൊക്കെ മിനിമൈസ് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ അപ്പം കുറച്ച് മറിഞ്ഞ് കിടക്കുക. സോ നമ്മൾ ആ ഒരു ഫോണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ റിയൂണിയൻ ഫോർ ഫാമിലി ഓഫ് 96 കുറച്ച് മേലേക്കിട്ട് ആ ഒരു ഡിസ്ക്രിപ്ഷൻ താഴേക്ക് കുറച്ച് എന്നിട്ട് നമ്മുടെ ഫോട്ടോനെ മിനിമൈസ് ചെയ്യാണ്. എന്നാൽ നമ്മുടെ ഒരു പോസ്റ്ററിന് ഒരു അട്രാക്റ്റീവ്നെസ് കാണുമ്പം ഒരു അട്രാക്റ്റീവ്നെസ് ഉണ്ടാവും. സോ ആ ഒരു ഇമേജിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ സൈസ് ഞാൻ കുറച്ച് കൂട്ടി നമ്മുടെ പോസ്റ്ററിലേക്ക് കറക്റ്റ് ആക്കുകയാണ്. സോ നമ്മുടെ പോസ്റ്റർ ഇവിടെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്ററിൻ്റെ ഓവറോൾ ലുക്ക്. ഇനി നമുക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്യാം. സോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റൈറ്റ് സൈഡിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. സോ അതിൻ്റെ മേളിൽ ഫയൽ ടൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് നമ്മുടെ ഇമേജ് JPG ടൈപ്പിലാണ് വേണ്ടത്. സോ അതിനെ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇമേജ് JPG ഫോമാറ്റിൽ ഡൗൺലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇമേജ് JPG ഫോമാറ്റിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ ആ ഒരു ഇമേജ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഇമേജിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് കാണാൻ പറ്റും.